ഹായ് എല്ലാ കൂട്ടുകാർക്കും ബീനാസ് ഈസി ഈറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പുതിയ റെസിപ്പി കണ്ടു നോക്കിയാലോ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് വളരെ കൊഴുത്ത ഗ്രേവിയോട് കൂടിയ ഒരു ചിക്കൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ്. ഈ ചിക്കൻ റോസ്റ്റ് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ അപ്പത്തിന്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൂരി, പൊറോട്ട ഏതിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്ന ഒരു നല്ല രുചികരമായ ഒരു ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് വളരെ രുചികരമായി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായി ഞാൻ കഴുകി വൃത്തിയാക്കിയ 2 കിലോ അല്ലെങ്കിൽ 5 പൗണ്ട് ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബോണോട് കൂടിയോ ബോൺ ഇല്ലാത്തയോ മീറ്റ് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായി 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലവർ. നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയുള്ളതാണ്, അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കോൺഫ്ലവർ യൂസ് ചെയ്യുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്കിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഈ അരമണിക്കൂർ കൊണ്ട് നമുക്ക് വേറെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ചെയ്യാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉള്ളി അരിഞ്ഞ് കുറച്ചുള്ളി വറുത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 2 കിലോ ചിക്കന് വേണ്ടി ഞാൻ 6 വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 3 ഉള്ളി നമ്മൾ വറുത്തെടുക്കാനായിട്ട് യൂസ് ചെയ്യും. ബാക്കി 3 നമ്മൾ കറി വെക്കാനായിട്ട് യൂസ് ചെയ്യും. 3 or 4 നിങ്ങൾക്ക് യൂസ് ചെയ്യാം കറിക്കുള്ള ഗ്രേവിക്ക് വേണ്ടി കേട്ടോ. അപ്പോൾ 3 നല്ല വലിയ ഉള്ളി നമ്മൾ വറുത്തെടുക്കും. അപ്പോൾ ആദ്യം ഞാൻ ഒരു ട്രിപ്പ് ഒരു ബാച്ച് വറുത്തെടുക്കുകയാണ്. നമ്മളൊരു 2 or 3 ബാച്ചായിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് വറക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ടൈം എടുക്കും ഉള്ളി വറന്ന് വരാൻ. ആ സമയം മുഴുവൻ നമ്മൾ ഇതിൻ്റെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഉള്ളി വറന്ന് വരുന്ന സമയത്ത് നമുക്ക് വേറെ ചില കാര്യങ്ങൾ ചെയ്യാനും പറ്റും. ഈ ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഇതാൻ കരിഞ്ഞു പോകുവേ. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ആ ഉള്ളിക്ക്. എന്നിട്ട് ഇതിനെ കോരിയെടുക്കാം. കോരിയെടുത്ത് ഒരു പേപ്പർ ടവലിൽ നമുക്ക് നിരത്തിയിടാം. കാരണം ഇത് ഇനി ഇരുന്നൊന്ന് മൂക്കും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി മൂക്കാൻ വെയിറ്റ് ചെയ്യരുത് കേട്ടോ. ഇനി രണ്ടാമത്തെ ട്രിപ്പ് കൂടെ ഞാൻ ഇടുകയാണ്. ആ 2 ട്രിപ്പും കൊണ്ട് ഞാൻ അതിൻ്റെ 3 ഉള്ളി വറുത്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് വേണ്ടത് 2 കുടം വെളുത്തുള്ളി അല്ലെങ്കിൽ 20 അല്ലി വെളുത്തുള്ളി, 2 ഇഞ്ചിൻ്റെ സൈസ് ഇഞ്ചി, 2 അല്ലെങ്കിൽ 3 നല്ല എരിവുള്ള പച്ചമുളക്, പിന്നെ കറിവേപ്പില. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. ആ പേസ്റ്റിന് ആവശ്യമായ സാധനങ്ങൾ 2 ബേ ലീവ്സ്, 20 കാഷ്യൂ നട്ട്, 10 ഏലയ്ക്ക, 1 സ്റ്റാർ അനൈസ്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 10 ഉണക്കമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 അല്ല 3 കഷ്ണം കറുവാപ്പട്ട, 8 ഗ്രാമ്പു. ഇവയെല്ലാം കൂടെ ഒരു ചെറിയ തീയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മളൊന്ന് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ഈ കറിക്ക് വേണ്ടിയുള്ള പേസ്റ്റ്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി വറുത്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ഞാൻ 2 ബാച്ചായിട്ടാണ് ഈ ചിക്കൻ വറുത്തെടുത്തത്. നമ്മൾ ചിക്കൻ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണ നല്ല ചൂടുണ്ടായിരിക്കണം. തീ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. ചിക്കൻ എല്ലാം ഇട്ട് കഴിഞ്ഞ് നമുക്ക് തീയെ കുറയ്ക്കണം. കുറച്ച് നമുക്ക് ചെറിയ തീയിൽ അതിനെ വേവിച്ചെടുക്കണം, വറുത്തെടുക്കണം. ഒരു 4 അല്ലെങ്കിൽ 5 മിനിറ്റ് ഓരോ സൈഡും നമ്മൾ വറുത്തെടുക്കണേ. ഒരു 5 മിനിറ്റ് മതിയായിരിക്കും ഒരു സൈഡ് വേകാനായിട്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ ചിക്കൻ നന്നായിട്ട് വറന്ന് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഉള്ളി വറക്കുന്ന സമയത്താണ്. നമുക്ക് ആ ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചതച്ചെടുക്കാം. പിന്നെ പേസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് തക്കാളിക്ക് ആവശ്യമുണ്ട്. 4 തക്കാളിക്ക് ആവശ്യമുണ്ട്. അത് നമുക്ക് ഈ സമയത്ത് അരിഞ്ഞു വെക്കാം. പിന്നെ ചിക്കൻ വറുത്തൂടെ കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഈസിയാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു ഞാൻ ചിക്കൻ എല്ലാം കോരിയെടുത്തു. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാൻ തുടങ്ങാം. അതിനായി ചുവട് കട്ടിയുള്ള അല്പം വലിപ്പമുള്ള ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം.
പിന്നെ നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയുണ്ടല്ലോ, അതിൽ നിന്നൊരു 1/2 കപ്പ് എണ്ണയും യൂസ് ചെയ്യാം. അപ്പം ചിക്കൻ വറുത്ത എണ്ണയും നെയ്യും അതിലാണ് നമ്മളിനി ബാക്കി കുക്കിംഗ് ചെയ്യുന്നത്. അപ്പം ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 3 അല്ലെങ്കിൽ 4 വലിയ ഉള്ളി അരിഞ്ഞത്, നന്നായി കനം കുറച്ച് അരിഞ്ഞത് നമുക്ക് ചേർക്കാം. നന്നായി വഴറ്റിയെടുക്കാം. അപ്പം വഴറ്റുന്ന സമയത്ത് നമുക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്താൽ വേഗം വഴന്ന് കിട്ടും. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇതൊരു ടിപ്പാണ്. ഇത് രണ്ടും ചേർത്ത് നമ്മൾ ഉള്ളി വഴറ്റുവാണെങ്കിൽ വേഗം ഉള്ളി വഴന്ന് കിട്ടും. എന്നിട്ട് ഉള്ളി ഒരു പകുതി വഴന്ന് വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇനി അതിന് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഉള്ളി പകുതി വഴന്ന് വരുന്ന സമയത്ത് കേട്ടോ, ആ സമയത്താണ് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ചേർക്കേണ്ടത്. ആദ്യമേ നമ്മൾ എണ്ണയിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇടുവാണെങ്കിൽ അടിക്ക് പിടിക്കും. എന്നാൽ ഉള്ളി പകുതി വഴന്നിട്ട് നമ്മൾ ഇടുവാണെങ്കിൽ അടിക്ക് പിടിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങൾ ഇടുന്നത്. ഇനി അതൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചച്ചൊവ മാറിക്കഴിയുമ്പോൾ നമ്മൾ തക്കാളിക്ക് ആഡ് ചെയ്യും. ഞാനിവിടെ 4 വലിയ തക്കാളിക്കയാണ് ഈ കറി ഉണ്ടാക്കാനായി യൂസ് ചെയ്യുന്നത്. നമുക്ക് നല്ല ഗ്രേവി കിട്ടാനായിട്ട് തക്കാളിക്കയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനിയും 4 വലിയ തക്കാളിക്ക ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക ചേർത്ത ശേഷം നന്നായി ഇളക്കുക. നന്നായി ഇളക്കി എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. അടച്ചു വെക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും കേട്ടോ. നമുക്കൊരു തക്കാളിക്ക് നന്നായി വെന്ത് വരുന്നത് വരെ നമുക്ക് അതിനെ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. തക്കാളിക്ക് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉള്ളിയും തക്കാളിക്കും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. ആ സമയത്ത് വേണം നമ്മൾ ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ. ഈ പേസ്റ്റാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ ആ പേസ്റ്റും ചേർത്ത് നമുക്ക് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഇളക്കാം. നല്ലതായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത്. നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം എരി ഇല്ലെന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ മേടിക്കുമ്പോൾ എരി ഉണ്ടാകാറുണ്ട്. എരിയില്ലാത്ത കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ ആഡ് ചെയ്യുക. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ പപ്രിക്ക പൊടി ആഡ് ചെയ്യാവുന്നതാണ്. അത് നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ആ വറുത്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ജോലി പകുതി തീർന്നു. ഈ സമയത്ത് ചിക്കൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വെച്ച് വീണ്ടും വേവിക്കണം. ഓക്കെ, ഇപ്പോൾ നല്ലതായിട്ടെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പും എരിവും ഒക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു, 1 ടീസ്പൂൺ പപ്രിക്ക പൊടിയും കൂടെ ചേർത്തേ കേട്ടോ. നിങ്ങൾക്ക് പപ്രിക്ക പൊടിയോ കാശ്മീരി ചില്ലി പൗഡറോ ചേർക്കാം. അത്രയും കൂടെ ചേർത്തു. പിന്നെ കുറച്ച് കരിയാപ്പില ഇട്ടു. കരിയാപ്പില മസ്റ്റാണ് നമ്മുടെ ചിക്കൻ കറിക്ക്. എല്ലാം കൂടെ നന്നായി ചേർത്ത് ഇളക്കി ഒന്ന് അടച്ചു വെക്കുക. അടച്ച് 5 മിനിറ്റ് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മുടെ ചിക്കൻ കറി അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അടിക്ക് പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒരു 5-6 മിനിറ്റ് ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിരിക്കും. ഓക്കെ, ഇനിയാണ് നമ്മുടെ താരം. നമ്മൾ വറുത്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളി ചേർത്ത് ഇളക്കി കഴിയുമ്പോഴാണ് ഇതിൻ്റെ എക്സ്ട്രാ ടേസ്റ്റ് വരുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഉള്ളി ആദ്യം വറുത്ത് മാറ്റി വെച്ചത്. അപ്പോൾ അവസാനം നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ചൊരു 5 മിനിറ്റ്, ഒരു 3-4-5 മിനിറ്റ് നമ്മുടെ ഇഷ്ടം. നമുക്കറിയാമല്ലോ ചിക്കൻ എല്ലാം പിടിച്ചോ നല്ലതായിട്ട് വെന്തോ എന്നൊക്കെ നോക്കി നമുക്കതിന് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു 5 മിനിറ്റും കൂടെ വെച്ചു ഉള്ളി ഇട്ട് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചിക്കൻ ഇട്ട് കഴിഞ്ഞ് 5 മിനിറ്റ് വെച്ചു, പിന്നെ ഉള്ളി ഇട്ട് കഴിഞ്ഞ് 5 മിനിറ്റ് വെച്ചു. 10 മിനിറ്റ് വീണ്ടും നമ്മൾ വെച്ചു. അപ്പോൾ ചിക്കൻ നല്ലതായിട്ട് വെന്തിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചിക്കൻ കറി റെഡി ആയി കഴിഞ്ഞു കണ്ടോ. അപ്പോൾ ഒന്നും കൂടെ എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ടേസ്റ്റൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കി നമുക്ക് ഉറപ്പ് വരുത്താം. എന്നിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടോ പൂരിയുടെ കൂടോ അപ്പത്തിൻ്റെ കൂടോ എന്താണോ നിങ്ങൾക്ക് ഉള്ളത് അതിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചിക്കൻ റോസ്റ്റിനെ ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മുടെ ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്ത് കഴിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് പറയണേ.
പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, പിന്നെ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, നിങ്ങൾ എല്ലാവരും സുഖമായി ഇരിക്കുക, സന്തോഷമായി ഇരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.